ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് പ്രിയൻ തൻ മണിനാഥം. വിശ്വാസിയുടെ ഏറ്റവും വലിയ ശുഭകരമായ ആനന്ദകരമായ ഒരു വലിയ പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നാമും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ളതായ ശുഭകരമായ ആ വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ളത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കണ്ടിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യഭവനം, നിത്യത എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഏറ്റവും അതിബൃഹത്തായതായ ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന, യഥാർത്ഥ വിശ്വാസി ആഗ്രഹിക്കുന്ന ഏറ്റവും വലുതായ ഒരാഗ്രഹമാണ് ഇത്. കാണാത്തതോ നിത്യം എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാവിധമായ കഷ്ടതകൾക്കും വിരാമം കുറിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതായ പീഡനങ്ങൾ, വൈതരണികൾ, സങ്കടങ്ങൾ, വേദനകൾ, രോദനങ്ങൾ, പലതരത്തിലുള്ളതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എടുത്തു പറയാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെയും ഈ കഷ്ടപ്പാടുകളെല്ലാം അല്പനിമിഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് മുൻപോട്ട് കടന്നു പോകുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിന്റെ നിത്യഗണം ഓർക്കുമ്പോൾ ഈ കഷ്ടങ്ങളെല്ലാം നിസ്സാരമാണ് എന്നുള്ളതാണ്. അല്പനേരത്തേക്കുള്ള, നൊടി നേരത്തേക്കുള്ളതായ ഈ കഷ്ടം അല്പം ലഘുവാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ പോലും അചഞ്ചലപ്പെട്ടുകൊണ്ടാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. എന്നാൽ നമ്മളെ ഉറപ്പിക്കുന്ന, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷയുടെ ഭദ്രതയും ഉറപ്പും ധൈര്യവും നമ്മളിൽ ഉണ്ടാകണം. ആ ധൈര്യത്തോടു കൂടി മുൻപോട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ഭൂമിയിൽ നമ്മൾ പഠിച്ച ദൈവവചനം മനസ്സിലാക്കിയിരിക്കുന്ന അതിന്റെ യഥാർത്ഥ അനുഗ്രഹത്തിലേക്ക് നാം കടന്നു പോകുവാൻ പോവുകയാണ്. കാണാത്തതോ നിത്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നതായ പ്രയാസങ്ങൾ നിരവധിയാണ്. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്കൊരു നാൾ, ഒരു സമയത്ത് കർത്താവിന്റെ മണിനാദം, പ്രിയൻ തൻ മണിനാദത്തിൽ ആ കാണാത്തതായിരിക്കുന്ന സ്ഥലത്തിലേക്ക് നാം കടന്നു പോകുവാൻ പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, കാണാത്തതോ നിത്യം. ആ പ്രിയൻ തൻ മണിനാദത്തിൽ നാമും എടുക്കപ്പെടുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഉറപ്പും ധൈര്യവുമാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ആ ഉറപ്പുണ്ടോ? നമുക്ക് ആ ധൈര്യമുണ്ടോ? നമുക്ക് ആ രക്ഷയുടെ ഭദ്രതയുണ്ടോ? നാം കർത്താവിൻ്റെ ആ ശബ്ദം, കാഹള ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിനോടുകൂടെ ആയിരിക്കുമോ? നമ്മളെ തന്നെ ഒന്ന് പുനർപരിശോധിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. വീണ്ടും ഈ സന്ദേശം തുടരുന്നതായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. God bless you all.